ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സോയിൽ ക്ലേ ആണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡേ 1 സീരീസാണ് നമ്മളിന്ന് കാണുന്നത്. ഡേ 2, ഡേ 3 സീരീസൊക്കെ പുറകെ വരും. ബാക്കി വന്ന വെള്ളം നമ്മൾ ആ ചെടിക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് വാടി കഴിഞ്ഞൊക്കെ നിൽക്കുമല്ലേ. പിന്നെ ഈ മണ്ണിൽ നിന്ന് ഞാൻ കുറേ കല്ലിങ്ങനെ പെറുക്കിയെടുത്ത് ഗൈസ്. ഒരു ലോഡ് കല്ലുണ്ടായിരുന്നു. ഇനിയും പെറുക്കി ഇനിയും കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ നമ്മളിതിനെ അരിക്ക എടുത്ത് ഞാൻ ഇവിടെ ഒരു തോർത്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും അരിപ്പോ എന്തുവാ നെറ്റ് പോലത്തെ സംഭവം ഇങ്ങനെ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എന്തെടുത്തിട്ടാണ് അങ്ങനെ അരിക്കാം. പക്ഷെ ഞാൻ അരിച്ചരിച്ച് എൻ്റെ ഒരു പരുവായി. ലാസ്റ്റ് എനിക്ക് ക്ഷമ ഞാൻ നോക്കിയപ്പോൾ മണ്ണെല്ലാം എൻ്റെ അടിയിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നത്. ഇതിനെ അരിക്കാൻ നോക്കിയിട്ട് ഇത് അടിയണതും ഇല്ല. ഒരു വല്ലാത്തൊരവസ്ഥയായി പോയി കഴിച്ചു. എനിക്കിങ്ങനെ കമ്പൗണ്ട് ഇളകുന്നതിനെക്കാട്ടി കൈ കൊണ്ട് കുറച്ചുകൂടി അരിച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് വെള്ളം താന്ന് പോകുമ്പോൾ അത് ഫീലായി. പിന്നെ എനിക്ക് ഈ തീരെ ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ ബാക്കി വെള്ളത്തിനെടുത്ത് ദൂരെ എറിഞ്ഞിട്ട് കിട്ടിയതിനെ കൊണ്ടിങ്ങ് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനൊരു 20 or 30 minutes റെസ്റ്റിന് വയ്ക്കും. ഈ സമയം കണ്ട വെള്ളം ഇങ്ങനെ പുറത്ത് തെളിഞ്ഞ് വരും. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനെ നമ്മൾ ഒരു മഗ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് കോരി കളഞ്ഞിട്ട് അടുത്തതിന് നമ്മൾ തോർത്തൊക്കെ സെറ്റാക്കി ഒന്നുകൂടി കഴുകി സെറ്റാക്കി വീണ്ടും നമ്മളിതിനെ ഒന്നുകൂടി അരിക്കും. ഒരു 30 minutes കഴിഞ്ഞ് അതിനെ ഫസ്റ്റ് അരിച്ച് റെസ്റ്റിന് വെച്ചിട്ട് 30 minutes കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് സെക്കൻഡ് അരിക്കുന്നത്. സെക്കൻഡ് അരിച്ചതിന് ശേഷം ഇതിനെ വീണ്ടും റെസ്റ്റിന് വയ്ക്കാതെ തന്നെ വീണ്ടും മൂന്നാമതരിക്കും. എനിക്ക് കമ്പ് അത്ര സെറ്റാവുന്നില്ലായിരുന്നു. എനിക്ക് എൻ്റെ കൈ തന്നെയായിരുന്നു സെറ്റ്. കാരണം കമ്പ് കൊണ്ട് ഭയങ്കര താമസം പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ ഇത് കണ്ട കമ്പ് താഴ്ന്നു പോകുന്നില്ല വെള്ളം. ഞാൻ അതുകൊണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ വീണ്ടും അതിനെ ഇളക്കി കൊടുത്തു. അപ്പോൾ അത് പെട്ടെന്നങ്ങ് ഇതായിപ്പോയി കേട്ടോ. അപ്പം ഇത് നമ്മൾ വീണ്ടും ഞാൻ ബക്കറ്റും ബഗ്ഗും ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ തോർത്തും ബക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ ഒന്നുകൂടി ധരിക്കണ്ടേ, അപ്പം കഴുകിയിട്ടൊക്കെ അല്ലേ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ അത് എടുത്തുകൊണ്ട് പോയി വീണ്ടും ഒന്നുകൂടി അരിച്ചതിന് ശേഷം ഇവിടുന്ന് എന്തെങ്കിലും ചിരി ബഹളങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒന്നും വിചാരിക്കണം, എൻ്റെ അമ്മ നടന്ന് ചിരിക്കുകയാണ്. വീണ്ടും നമ്മളിതിനെ അരിച്ചരിച്ച് ഇതിനെ ഒരു മണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇതിനെ ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഈ സീരീസ് കംപ്ലീറ്റ് ആക്കണം എന്നതായിരുന്നു. പക്ഷേ എന്നെ വെയിൽ ചതിച്ചു ഗൈസ്. എന്നെ വെയിൽ ഭയങ്കരമായിട്ട് ചതിച്ചു കളഞ്ഞു. പിന്നെ ഇതിനെ റെസ്റ്റിന് വെച്ചതിന് ശേഷം കണ്ട ചെളി അടിയിൽ പോയിട്ട് വെള്ളം മാത്രം തെളിഞ്ഞിരിക്കുന്ന ആ വെള്ളത്തിൻ്റെ കോരി കളഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഡബിൾ കോട്ടായിട്ട് ഒരു മുണ്ടാണ് എടുത്തിരിക്കുന്നത്. ഡബിളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിൽ ഇങ്ങനെ എന്നെ വെയിൽ ചതിച്ചു. പിന്നെ ഇതിന് സ്ഥാനം മാറ്റി വെയിലുള്ളിടത്ത് കൊണ്ടുവച്ച് അടുത്ത സീരീസായിട്ട് നാളെ കാണാം. ബാക്കി സീരീസിൽ നാളെ പറയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.